ഒരുപാട് ആൾക്കാർ ഈ നക്ഷത്രാമേനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിന് ലക്ഷങ്ങളും കോടികളും ഒക്കെ വില കിട്ടുമെന്ന്. യഥാർത്ഥത്തിൽ ഇതിന് വിലയൊന്നുമില്ല. ഇതിന്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3000 രൂപ, 3500 അങ്ങനെയൊക്കെയാണ് ഇതിന്റെ വില വരുന്നത്. ഇതിപ്പം കുഞ്ഞുണ്ട്. ഇതിന്റെ കുഞ്ഞെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കൈയുടെ എത്രയൊക്കെ ഉള്ള അതിനൊരു 7000 രൂപ 8000 രൂപയൊക്കെ ആവും. വലിപ്പമുള്ളത് ഒരു 3 കിലോ 2 കിലോ 4 കിലോ അങ്ങനെയൊക്കെ ഉള്ളതിന് 3500 അത്രയൊക്കെ വില വരുന്നുള്ളൂ. ഇത് കർണാടക, അതുപോലെ തന്നെ പോണ്ടിച്ചേരി, പിന്നെ കേരളത്തിന് പുറത്ത് കിട്ടും. ഇത് അക്വേറിയങ്ങളിലൊക്കെ ഇട്ട് വിൽക്കുന്നുണ്ട്. ഇത് അതറിയാവുന്നവർക്ക് മാത്രമേ ഇവന്മാർ കൊടുക്കത്തുള്ളൂ. ഇത് വെച്ച് തട്ടിപ്പ് നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പൂജയ്ക്ക് എടുക്കുന്നെന്നാണ് പറയുന്നത്. ഇതിന്റെ 20 നഖമൊക്കെ ഉള്ളതിനെ പൂജയ്ക്ക് എടുക്കും, കോടികളൊക്കെയാണ് വില കിട്ടുന്നെന്നാണ് ഇവർ പറയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ പൂജയ്ക്ക് എടുക്കുന്ന ഈ ടൈപ്പ് ആമയല്ല, അത് കറുത്ത ആമയാണ്. അതിന്റെ വീഡിയോ നമ്മൾ അടുത്തൊരിതിൽ ചെയ്യുന്നുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 20 നഖം ഉണ്ടെങ്കിലും 24 ഉണ്ടെങ്കിലും 18 ഉണ്ടെങ്കിലും 12 ഉണ്ടെങ്കിലും ഒരു വിലയില്ല ഇതിന്. ഇവർ കൂടുതലും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 നഖമൊക്കെ ഉള്ള ആമ ഒരുപാടുണ്ട്. അപ്പം അതിൻ്റെ നഖം കട്ട് ചെയ്തിട്ടാണ് ഇവർ 20 ആക്കി വെക്കുന്നത്. അത് പെട്ടെന്ന് നമുക്ക് കാഴ്ചയിലൊന്നും മനസ്സിലാവത്തില്ല. നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഈ ആമേനെ തന്നെ നേരിട്ട് കാണുന്നത്. അപ്പോഴേക്കും നമുക്ക് അതിൻ്റെ നഖമൊന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ വേറൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 18 നഖം ഉള്ളത് ഇപ്പോൾ 2 കിലോ ആണ് അല്ലെങ്കിൽ 2.5 കിലോ ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇവന്മാർ ഇതെടുത്ത് കേരളത്തിന് പുറത്ത് കൊണ്ടുപോയി എന്നിട്ട് കേരളത്തിൽ നിന്ന് അന്വേഷിക്കും. ഇത് കണക്ക് ഇത്ര 2.5 കിലോ ഉള്ള ആമ വേണമെന്നും പറഞ്ഞ് അന്വേഷിച്ചിട്ട് ഇടയിൽ വരുന്ന ബ്രോക്കർമാരെ ചാക്കിട്ടിട്ട് അവന്മാരെ കൊണ്ട് അത് ചെറിയ പൈസയ്ക്ക് അവിടെ നിന്ന് വാങ്ങിപ്പിക്കും. പിന്നെ ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ബയ്യറും കാര്യങ്ങളും ഒന്നും കാണത്തുമില്ല. പിന്നെ വേറൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റർ വെച്ച് ഇതിൻ്റെ പുറത്ത് കത്തിക്കും. അത് മറ്റേ നമ്മുടെ കയ്യിൽ വെച്ചാൽ തന്നെ കത്തുന്ന ടൈപ്പ് ടെസ്റ്ററാണത്. ഇത് വെച്ച് കത്തിച്ചിട്ട് ഇവന്മാർ വീഡിയോ പ്രചരിപ്പിച്ച് ഒരുപാട് ആൾക്കാരെ ഇടയിൽ കയറ്റിയിട്ട് ഇതെടുക്കാൻ കമ്പനി വരും. ഇനി കമ്പനിക്ക് ഫീസ് കെട്ടണമെന്ന് പറയും. ഫീസ് ഇത്ര ലക്ഷം എന്ന് പറഞ്ഞിട്ട് ഇടയിൽ നിൽക്കുന്ന ആൾക്കാരെ ഫീസ് മേടിച്ചിട്ട് ഇവന്മാർ കമ്പനിയായിട്ട് വലിയ സെറ്റപ്പ് കാണിച്ച് വരും. വിൽക്കാനിരിക്കുന്നവൻ്റെ ആൾക്കാർ തന്നെയാണ്. വലിയ സെറ്റപ്പ് കാണിച്ച് വരുമ്പോഴത്തേക്ക് ഇതിന് പവർ കാണത്തില്ല. കമ്പനി എന്നും പറഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒറിജിനൽ ടെസ്റ്ററാണ് ഇവർ കൊണ്ടുവരുന്നത്. അത് വെച്ച് കുത്തിയിട്ട് ഒരു കാര്യമില്ല. അപ്പോഴത്തേക്ക് ഈ വന്ന ആൾക്കാർ വലിയ സെറ്റപ്പ് കാണിച്ച് വന്നവന്മാർ പറയും ഇതിന്റെ പവർ പോയെന്ന് പറഞ്ഞ അവന്മാരും പോകും. അപ്പോഴത്തേക്ക് പൈസകൾ പോയാലോ പൈസയും പോകും. ഇവർക്ക് അറിയാൻ പറ്റത്തില്ല എന്താണ് സംഭവിച്ചത്.